പാറമേക്കാവ് ഭഗവതി അകമ്പടി കരിവീരന്മാരോടൊപ്പം പതുക്കെ യഥാസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. ഇതിൽ ഏതാനും ഗജരാജാക്കന്മാർ കൊച്ചി രാജാവിൻ്റെ പ്രതിമയുടെ സമീപം വരെ പോയി അവിടെ ഇത്രയും വലിയ ഒരു മഹോത്സവത്തിൽ ഗജരാജാക്കന്മാരായ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതിൻ്റെ മൂല കാരണക്കാരൻ കൊച്ചി രാജവംശത്തിലെ രാജപ്രമുഖൻ തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ അടയാളമെന്ന വണ്ണം, അതുപോലെ തന്നെ ആ പൂർവികരുടെ വലിയ അനുഗ്രഹം ഈ ചടങ്ങുകൾക്ക് അത്യാവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ സൂചന എന്ന വണ്ണം കൊച്ചി രാജാവിൻ്റെ പ്രതിമയെ വലം വെച്ച് യഥാസ്ഥാനത്ത് തെക്കേ ഗോപുരത്തിലേക്ക് നോക്കി പാറമേക്കാവിൻ്റെ സംഘം അവിടെ നിലയുറപ്പിക്കും. അതിനുശേഷം തിരുവമ്പാടി ഭഗവതി തെക്കേ ഗോപുരത്തിൽ കൂടി പതുക്കെ അകമ്പടി ആനകളോടൊപ്പം പുറത്തേക്ക് എഴുന്നള്ളിയെത്തും. കുടമാറ്റത്തിന് ശേഷമാണ് തിരുവമ്പാടി വിഭാഗം രാജപ്രതിമയുടെ അടുത്തുപോയി ആദരവ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ പാറമേക്കാവിൽ അമ്മ എഴുന്നള്ളി ഇറങ്ങിയ സമയത്ത് ചെറിയ രീതിയിൽ അവിടെ ഒരു കുടമാറ്റം നടന്നിരുന്നു. അത് വരാൻ പോകുന്ന വലിയ ഒരു ആഘോഷത്തിൻ്റെ, വരാൻ പോകുന്ന അത്ഭുതകരമായ വിസ്മയകരമായ ദൃശ്യത്തിൻ്റെ ചെറിയ ഒരു ഉദാഹരണം മാത്രമായി അതവിടെ അവതരിപ്പിക്കപ്പെട്ടു. പാറമേക്കാവിൽ അമ്മ നിറഞ്ഞ് കവിയുന്ന ഭക്തജന സാഗരത്തിൻ്റെ ഇടയിൽ കൂടി സാഗരത്തിനെ ഇരുവശങ്ങളിലേക്കും പതുക്കെ മാറ്റിക്കൊണ്ടെന്ന വണ്ണം തന്നെ താഴേക്ക് എഴുന്നള്ളി എത്തുകയാണ്. പ്രിയ ഭക്തജനങ്ങളെ, അച്ചടി മാധ്യമത്തിലോ ദൃശ്യമാധ്യമത്തിലോ എവിടെയും തൃശ്ശൂർ പൂരത്തിൽ ഇത്ര ജനങ്ങൾ പങ്കെടുത്തു എന്ന് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഗണിതശാസ്ത്രത്തിൻ്റെ സാമാന്യമായ ഒരു സംജ്ഞ കൊണ്ടും എത്രത്തോളം ഭക്തജനങ്ങൾ, എത്രത്തോളം ആനപ്രേമികൾ, എത്രത്തോളം കലാസ്വാദകർ, എത്രത്തോളം വാദ്യസ്നേഹികൾ ഈ പൂരത്തിൽ പങ്കെടുത്തു എന്ന് പറയുവാനാവില്ല. അങ്ങനെ ജനലക്ഷങ്ങളെന്നോ ലക്ഷമെന്നോ സാഗരമെന്നോ മനുഷ്യ മഹാസമുദ്രമെന്നോ ഒക്കെ ആലങ്കാരികമായി വിശേഷിപ്പിക്കുമ്പോഴും എത്രത്തോളം ജനങ്ങളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ ഞങ്ങൾ അശക്തരാണ്. ഏതായാലും ജഗത് കാരണനായി ഇവിടെ പരിലസിക്കുന്ന വടക്കുംനാഥൻ്റെ ഈ തിരുസന്നിധിയിൽ നമശിവായ മന്ത്രം ഏറ്റവും വലിയ രക്ഷാമന്ത്രമായി അരുൾ ചെയ്തുകൊണ്ട് സാക്ഷാൽ വടക്കുംനാഥൻ പരിലസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ പുരുഷാരം ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും സാധാരണഗതിയിൽ 5:30 മണിയോടുകൂടിയാണ് കുടമാറ്റം ആരംഭിക്കുന്നത്. ഇപ്പോഴും ഇവിടേക്കുള്ള ഗതാഗത സൗകര്യമുള്ള വഴികളിൽ കൂടിയും നടവഴികളിൽ കൂടിയും നാട്ടുവഴികളിൽ കൂടിയും എല്ലാം പതിനായിരങ്ങൾ ഈ പൂരപ്പറമ്പിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിത ആയോധനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കൃത്യനിർവഹണങ്ങളെല്ലാം ഏതാണ്ട് 5 മണി വരെ പൂർത്തിയാക്കി ഓടി പാഞ്ഞു വരുന്ന പതിനായിരങ്ങൾ ഈ ദൃശ്യത്തിൻ്റെ ഭംഗിക്കായി ആസ്വദിക്കുന്നതിനായി ഓടി പാഞ്ഞ് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. തിരുവമ്പാടി ഭഗവതി ഉടൻ തന്നെ തെക്കേ ഗോപുരത്തിൽ കൂടി എഴുന്നള്ളി ഇറങ്ങും. പാറമേക്കാവ് ഭഗവതി പതുക്കെ ആ കുട ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കുടമാറ്റത്തിന് മുൻപ്
ഇങ്ങനെ കുടമാറ്റത്തിൻ്റെ ഭംഗി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നുള്ള ഒരു സൂചന പോലെ ചെറിയ രീതിയിൽ അവിടെ കുടമാറ്റം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയും അതായത് പാറമേക്കാവിലമ്മ തെക്കേ ഗോപുരത്തിങ്കിൽ നിന്നും പതുക്കെ തങ്ങൾ നിലയുറപ്പിക്കേണ്ട സ്ഥാനത്തേക്ക് ഇറങ്ങി എത്തുന്നത് വരെ കുടമാറ്റം എന്ന ചടങ്ങ് ആ ഭാഗത്ത് പതുക്കെ പതുക്കെ നടത്തിക്കൊണ്ടാണ് വരുന്നത്. ഓരോ ഒന്ന് നിന്നുകൊണ്ട് ഒന്ന് ഇളച്ചുകൊണ്ട്, കാരണം തന്നെ കാണുന്നതിനായി ദിവസങ്ങളായി കാത്തു നിൽക്കുന്ന, ദിവസമെന്ന് പറയുന്നില്ലല്ലോ, ഒരു വർഷമായി കാത്തു നിൽക്കുന്ന ഈ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ പുണ്യവർഷം ചൊരിഞ്ഞു കൊടുത്തുകൊണ്ട് അമ്മ പതുക്കെ യഥാസ്ഥാനത്തേക്ക് എഴുന്നള്ളി ഇറങ്ങുകയാണ്. പ്രിയ ഭക്തജനങ്ങളെ, ആന എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വാസ്തവത്തിൽ ആനയ്ക്ക് ഹസ്തി എന്നൊരു പര്യായം പദം കാണുന്നു. ബ്രഹ്മദേവന്റെ വലം കൈയിൽ നിന്നും അഷ്ടദിഗ്ഗജങ്ങളും ഇടം കൈയിൽ നിന്നും അവയ്ക്ക് യോജിച്ച പിടിയാനകളും ഉണ്ടായി എന്ന് പറയുന്നു. ഈ ആനകൾ ഗഗനചാരികളായിരുന്നു എന്ന് പറയുന്നു. ആകാശവീഥിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നവരായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരിക്കല് ഹിമാലയത്തിന്റെ വടക്കേ കോണില് ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നെന്നും ഈ ആനകൾ ഈ ആൽമരത്തിന്റെ ശിഖരത്തിൽ പറന്നു വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഭാരക്കൂടുതൽ കൊണ്ട് ഒരു കൊമ്പ് ഒടിഞ്ഞ് താഴെ ഉഗ്ര തപസ് ചെയ്തുകൊണ്ടിരുന്ന ദീർഘതപസ് മുനിയുടെ ശിരസിൽ വീണു എന്നും ഈ ആനകൾ ഭൂമിവാസികളായി തീരട്ടെ, മനുഷ്യരുടെ യജമാന നിയന്ത്രണത്തിൽ കഴിയുന്നവരായി തീരട്ടെ എന്ന് ദീർഘതപസ് മുനി ശപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ആ ശാപം, ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെ ആ ശാപം വാസ്തവത്തിൽ നമുക്ക് മഹാ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കരിവീരന്മാർ അങ്ങ് ദേവലോകത്ത് കഴിഞ്ഞ് ജഗനചാരികളായി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവ എങ്ങനെ മണ്ണിലെത്തിയേനെ? അടുത്ത ഒരു കുടകൾ